ഞാനൊരു സിനിമ കണ്ടു, മമ്മൂട്ടിയുടെ മയക്കം. ചിലർ ചോദിച്ചു മയങ്ങിയോ എന്നാണ് ചോദിച്ചത്. ഇത്രയും കാലമായിട്ട് ഈ നീർക്കോലിക്ക് ഒരു ഇംപ്രൂവ്മെന്റ്സ് ഉണ്ടായില്ലല്ലോ. ഈ സിനിമയിൽ ഒരു വലിയ അഭിനയം കാഴ്ചവെച്ചു എന്ന് പറഞ്ഞ എന്ത് അത്ഭുതമാണുള്ളത്. ഹേ, ഈ മറ്റുള്ള നടന്മാർക്ക് ഇത് കണ്ട് പഠിക്കാൻ പറയാം അഭിനയം കണ്ട്. എന്ത് ഇപ്പം വരെ ഈ ക്യാമറ മുഖത്തിന് നേരെ കൊണ്ട് വെച്ച് അഭിനയിക്കാനുള്ള പടം, ഇതാണ് അഭിനയം. എടാ അത് നീ എനിക്ക് കിട്ടുന്ന വെച്ചതല്ലേ. ഒറ്റ ഷോട്ടിലേക്ക് അഭിനയിച്ച് മാറുന്നുണ്ടാവും. രോമണിജിയും കണ്ട നോക്കിയടാ രോമ എന്നേക്കുന്നത്. നിങ്ങൾ ഇത്രയും വർഷമായിട്ട് ഫീൽഡിൽ നിൽക്കുന്ന ആളാണ്. ഞങ്ങളുടെയൊക്കെ ഓർമ്മയിൽ മമ്മൂട്ടിയെ താങ്ങിക്കൊണ്ട് നിൽക്കുന്ന ഒരാളാണ്. കല്യാണമൊക്കെ കഴിഞ്ഞാണോ? ഓ, അതൊരു 3-4 കഴിഞ്ഞിരിക്കുന്നു. എല്ലാവർക്കും സുഖാണോ? ഓ, പരമസുഖം. നമ്മളെ കാര്യം പോക്കും ഇവിടെ സെക്യൂരിറ്റി അല്ലേ. ഞങ്ങൾ 4-5 പേര് ഒരുമിച്ച് ലുലു മാൾ സിനിമയിലാണ്, തിയേറ്ററിലാണ് സിനിമ കണ്ടത്. ₹300 ഞങ്ങൾ ടിക്കറ്റ് കൊടുത്തത്. ടിക്കറ്റ് കൊടുത്ത് പിന്നെ ചായ കൂടിയും മറ്റുമായിട്ട് ഒരാൾക്ക് മിനിമം 500-ൽ താഴെ രൂപ ചെലവ്. കൊട്ടിഘോഷിച്ച ഈ മയക്കത്തിന് ദീർഘം 1.5 മണിക്കൂറേ ഉള്ളെന്ന് ആലോചിക്കണം. ആ 1.5 മണിക്കൂർ സിനിമയ്ക്കുള്ളതാണ് ഞങ്ങൾ ചീറ്റിയിരിക്കല്ലേ, ഞങ്ങൾ പറ്റിച്ചിരിക്കല്ലേ. അതിനേറെ ഞങ്ങൾ കേസ് കൊടുത്താലോ? കേസ് കൊടുക്കുന്നതിനൊരു കാര്യം, ഇത് ഒരു പറ്റിക്കലാണ് സിനിമ. ഈ 1.5 മണിക്കൂർ ആയപ്പോൾ തന്നെ എത്ര ലക്ഷം രൂപ ലാഭം കിട്ടി അതിന് നിർമ്മാതാവ് എന്ന് ആലോചിക്കണം. ഇത്രയും പഠിപ്പും വിവരമൊക്കെ നമുക്കുണ്ടെന്നുള്ള കാര്യം ഞാൻ മറന്നുപോയടാ. 4-ാം ക്ലാസ്സുകാരൻ ബൾബ് കണ്ടുപിടിച്ചെങ്കിൽ 7-ാം ക്ലാസ് വരെ പഠിച്ച് നീ എന്തൊക്കെ കണ്ടുപിടിക്കൂടാ? ഒരു പ്രേക്ഷകനെ സംബന്ധിച്ച് ആദ്യം ഇത്ര മണിക്കൂർ സിനിമ കാണണമെന്ന് പറഞ്ഞ് ആരും പോകാറില്ല, ഉണ്ടോ എന്ന് ഞാൻ ചോദിച്ചു. വീണ്ടും അയാൾ ചീത്ത പറയുന്നു. ഒരു പവൻ സ്വർണം മേടിക്കാൻ പോകുന്നു. ആ 1 പവൻ സ്വർണം മേടിക്കാൻ പോകും 40,000 45,000 രൂപ പറഞ്ഞ് മേടിക്കാൻ പോകുമ്പോൾ 1/2 പവൻ തന്നിട്ട് 1 പവന്റെ കാശ് മേടിച്ചാൽ എങ്ങനെയിരിക്കും? നിങ്ങൾ കൊടുക്കുമോ? സമ്മതിക്കുമോ? അല്ലെങ്കിൽ 1 കിലോ ഇറച്ചി മേടിക്കാൻ പോയി, 1 കിലോ മത്സ്യം മേടിക്കാൻ പോയി, 1 കിലോ എന്തോ ആയിക്കോട്ടെ, 1 കിലോവിനാണ് പണം കൊടുക്കുന്നത്. അച്ഛാ, ആ AC ഷർട്ട് ഒരെണ്ണം കിട്ടുമോ? എന്തിനാ? അച്ചാച്ചനടിപ്പിക്കാനാ. അതോടെ ആ ശല്യം തീർന്നു കിട്ടല്ലോ. അവിടെ പോകുമ്പോൾ നിങ്ങൾക്ക് 1/2 തന്നു കഴിഞ്ഞാൽ പറ്റില്ലല്ലോ എന്ന പോലെ തന്നെ ഞങ്ങളെ സംബന്ധിച്ച്. എനിക്കറിയാൻ മേലാത്തോണ്ട് ചോദിക്കുക, താൻ ആരുവാ? നാരായണ പൂരായണ പോവേ. തനിക്കൊരു വിചാരമുണ്ട് താ ഏതോ കോപ്പിലെ വലിയ രാജാവാണ്. ഞങ്ങൾ മിനിമം അവിടെ 300 രൂപ ടിക്കറ്റ് എടുക്കുമ്പോൾ വിയർത്ത് കുളിച്ചല്ല ഞങ്ങൾ അവിടെ AC-യിലെല്ലാം ഇരുന്ന് അതിൻ്റെ കാഴ്ചകളും സുഖങ്ങളും എല്ലാം കണ്ടുകൊണ്ട് സിനിമ എൻജോയ് ചെയ്യണം. തന്നെയും തന്റെ മോളെയും ഈ നാട്ടിൽ ഈ നാരായണൻ നാറ്റിച്ചില്ലെങ്കിൽ തന്റെ പേര് തന്റെ പട്ടിക്ക് താനിട്ടോ. അറിയോ? പോട്ടെ സാർ.